ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദൂട്ടനും രുക്കുമയ്ക്ക് ഒരു 2 മാസമൊക്കെ സമയമായിരുന്നപ്പോൾ ഞങ്ങൾ കുഞ്ഞമ്മയുടെ വീട്ടിലൊരു സ്റ്റേക്കേഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരുടെ ഭർത്താക്കന്മാർ ഞങ്ങളടുത്ത് ഒരു മുന്നറിയിപ്പും തരാതെ പെട്ടെന്ന് വട്ടവട ട്രിപ്പ് പോയി. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ദേഷ്യം എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്കാകാമെങ്കിൽ ഞങ്ങൾക്കും ആകാമെന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പ് തന്നെ അജികൊച്ചനും കുഞ്ഞമ്മ ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു, അനിയത്തി അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങൾ വരുന്നെങ്കിൽ 2 ദിവസം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ചാൻസ് എന്ന് കരുതി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദൂട്ടൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അവൻ എത്ര കുഞ്ഞാണെന്ന്. ഞങ്ങൾ 2 മാസത്തെ ആ ഒരു സമയത്താണ് വന്നത്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ട്, അതിൻ്റെ വ്ളോഗ് പുറകെ വരും. അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വൈകിട്ടത്തേക്ക് വേണ്ടി കുഞ്ഞമ്മ കുറേ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞമ്മയ്ക്ക് ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു, കല്യാണത്തിനൊക്കെ പോയിട്ട് വന്ന് ആദൂട്ടൻ എന്തോ ഒരു ചിണുക്കത്തിൻ്റെയൊക്കെ ഒരു പരിപാടിയിലൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ശ്യാംചേട്ടൻ്റെ ഒരു റിലേറ്റീവ് ഞങ്ങൾ കുഞ്ഞമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു. അവരപ്പോൾ രുക്കുവിനെ ആദൂനെയൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനിയന് കുഞ്ഞുങ്ങളെടുത്ത് വലിയ പ്രാക്ടീസൊന്നുമില്ല, ഇവരെ തന്നെയാണ് അവൻ ആദ്യമായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇത്തിരി പ്രാക്ടീസൊക്കെ ആയിട്ടുണ്ട്. കോതമംഗലം നിന്റെ ബർത്ത്ഡേക്ക് നിന്റെ അച്ഛൻ എന്നെ വിളിക്കുമ്പോ ഞാൻ അന്ന് പറ്റിക്കും. നിന്റെ അച്ഛന്റെ ഗ്യാസ് എന്നാണ് പറഞ്ഞത്. അന്ന് ഞാൻ ശിവമാരി ആദൂട്ട ആദൂട്ട സുന്ദര ചെറിയ ചരുവ എടുക്കണേ. പൗഡറാണ് കൊണ്ടുപോകുന്നത്. കാണുന്നുണ്ടോ? എൻ്റെ മോൾ എന്നെ ചവിട്ടിക്കൂട്ടുന്നു. എൻ്റെ മോൾ രുക്കുമ്മ എന്നെ ചവിട്ടിക്കൂട്ടുകയാണ് ഗൈസ്. ക്യാമറ കണ്ടപ്പോൾ അവള് വീണ്ടും തുടങ്ങി. രുക്കു രുക്കു. ആദൂട്ടന് ഒരു വൈകിട്ടായപ്പോൾ ഉറങ്ങാനുള്ള പ്ലാനായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തീറ്റിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് വടയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ വടയും ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഡിസ്ക്ലൈമർ. ഇദ്ദേഹത്തിന്റെ അസുഖം മാറിയെന്നുള്ള രഹസ്യം അതിനു മുമ്പ് നമ്മളുടേതായിട്ടുള്ള ഓരോ തമാശകൾ എല്ലാം പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ കാറിനെ കാണുന്നത്. ഇത് 24 മണിക്കൂർ ഷെഡിന്റെ അകത്ത് വല്ലപ്പോഴും ഇതുപോലത്തുള്ള ഇത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതിനെ യൂട്ടിലൈസ് ചെയ്യാം. ശ്യാംചന്ദ്രൻ്റെ അടുത്ത് പറയേണ്ടിയിരിക്കുന്നു, ഇവിടെ ഊളംപാറ അല്ലെങ്കിൽ കുതിരവട്ടം അവിടെ എടുക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റേക്കേഷൻ ഒരു ദിവസം എന്ന് വന്നിട്ട് 3-ാമത്തെ ദിവസമാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നത്. രാവിലെ തന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ശിവയമ്മ കടയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. അങ്ങനെ രാവിലെ തന്നെ ഇഡ്ഡലി സാമ്പാറും ചമ്മന്തി ആയിരുന്നു. ഞങ്ങൾ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഫുഡെല്ലാം റെഡിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അങ്ങ് കഴിക്കുക അതുമാത്രമേ ഉള്ളൂമായിരുന്നു. അവരെ ബാൽക്കണിയും കൊണ്ട് കിടച്ചപ്പോൾ നല്ല കാറ്റടിച്ചപ്പോൾ ആദൂട്ടൻ്റെ എക്സ്പ്രഷൻ ആയിരുന്നു ഇത്. നാണക്കേടാണ്. രുക്കു ആദ്യം കമന്നോ നിന്നെ കൊണ്ട് സാധിക്കും, നിന്നെ കൊണ്ടേ സാധിക്കൂ.
ഇവിടെ നിന്നെ പരീക്ഷയ്ക്ക് രുക്കുവാകും കഴിയുന്നത്. രുക്കുപ്പൊന്നെ രുക്കുപ്പൊന്നെ രുക്കുവേ രുക്കുവേ രുക്കു തങ്കം അമ്മ തങ്കം പൊന്നി തങ്കം. അനിയും വർക്കിന് വേണ്ടി തിരിച്ചു വന്നപ്പോൾ അവൻ ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ട് വന്നതാണ്. ജയ് മകിൽ മതി മഹേന്ദ്ര ബാഹുബലി. ഞങ്ങൾക്കെല്ലാം ക്രിസ്പി ചിക്കൻ കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ആണെന്ന് പറഞ്ഞപ്പോൾ അനിയൻ ജോലി കഴിഞ്ഞിട്ട് വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ്. ഗർഭിണിയായിരുന്നപ്പോൾ അങ്ങനെ ഒരു ക്രേവിങ്സ് എന്ന് പറയാം. ഇപ്പോൾ പ്രസവം കഴിഞ്ഞപ്പോൾ പറയുന്നത് പ്രസവിച്ചതിൻ്റെ ക്രേവിങ്സ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നത്. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാ നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടി. പിന്നെ ഞങ്ങൾ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ ആക്രാന്തം കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ ബ്രസ്റ്റ് ഫീഡും കൂടി ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിനും ഭയങ്കര വിശപ്പാണ്. അത് തന്നെ 2 വീട്ടുകാരുണ്ടല്ലോ. നാളെ അമ്മ കടയിൽ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ സ്റ്റേക്കേഷനൊക്കെ അവസാനിപ്പിച്ച് പാക്കപ്പിംഗ് ഡേ ആയിരുന്നു. അച്ഛൻ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിളിക്കാൻ വേണ്ടി വന്നു. ഇനി അടുത്തെപ്പോഴെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ട് അനിയത്തിക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങി.